നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ സിലബസിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റിലെ മോഡ്യൂൾ 2 അതായത് അനലിറ്റിക് ജോമെട്രിയിലെ കുറച്ച് സെക്ഷൻസ് ആണ്. ഫസ്റ്റ് പോയിന്റ്, സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 points x1 y1 ആൻഡ് x2 y2 ഈസ് m ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഇപ്പോൾ 2 പോയിന്റ് x1 y1 x2 y2 2 പോയിന്റ് നമുക്ക് തരുന്നുണ്ട്. അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞത് കാണാനുള്ള ഇക്വേഷനാണ് m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഓക്കെ, ഇനി 2 ലൈൻസ് ഉണ്ട്. ആ 2 ലൈൻസിൻ്റെ സ്ലോപ്സ് m1 m2 ആണെങ്കിൽ ആൻഡ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2 ലൈൻസ്, ദെൻ ടാൻ തീറ്റ, ആ 2 ലൈൻസ് തമ്മിൽ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ടാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m1 m2 വേർ 1 പ്ലസ് m1 m2 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ടാൻ തീറ്റ കാണാനുള്ള ഇക്വേഷൻ എന്താ? ടാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് m1 മൈനസ് m2 അല്ലെങ്കിൽ m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. അപ്പോൾ മോഡായതുകൊണ്ട് തിരിച്ച് സബ്ട്രാക്ട് ചെയ്താലും വിഷയമില്ല. ഓക്കെ, അപ്പോൾ ഇത് എക്സാംസിന് ഇത് ചോദിക്കാറുണ്ട്, സ്ലോപ്പ് കാണാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 2 ലൈൻസ് തമ്മിലുള്ള സ്ലോപ്സ് തന്നാൽ 2 ലൈൻസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ടാൻ തീറ്റയാണ് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ. എന്നിട്ട് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് പറയുന്ന ഇക്വേഷൻ ഓഫ് എ ലൈൻ. അപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ഏത് രീതിയിൽ പല ഫോമിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ആണ് പോയിന്റ് സ്ലോപ്പ് ഫോം. ഒരു പോയിന്റും സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 വേർ m ഈസ് ദ സ്ലോപ്പ് ആൻഡ് പോയിന്റ് x1 y1 ഈസ് ദ പോയിന്റ് ഓൺ ദ ലൈൻ. ഓക്കെ, അതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. അപ്പം ഒരു പോയിന്റും ഉണ്ട്, ആ ലൈനിൻ്റെ സ്ലോപ്പും ഉണ്ട്. അപ്പോൾ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അടുത്തത് പറയുന്നത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. അപ്പോൾ ഒരു സ്ലോപ്പ് ഉണ്ടാവും, ഒരു ഇൻ്റർസെപ്റ്റ് നിന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു mx പ്ലസ് c, y ഈക്വൽ ടു mx പ്ലസ് c വേർ m ഈസ് ദ സ്ലോപ്പ്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. c എന്ന് പറയുന്നത് y ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. ഓക്കെ, y ഈക്വൽ ടു mx പ്ലസ് c. ഇനി ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 വേർ എ ആൻഡ് ബി ആർ ദ എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്സ്. എക്സ് വൈ ഇൻ്റർസെപ്റ്റുകളാണ് എയും ബിയും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 ഓർത്തിരിക്കുക: പോയിന്റ് സ്ലോപ്പ് ഫോം, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം, ഇൻ്റർസെപ്റ്റ് ഫോം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് നോർമൽ ഫോമാണ്. എക്സ് കോസ് തീറ്റ പ്ലസ് വൈ സൈൻ തീറ്റ ഈക്വൽ ടു പി. അതാണ് നോർമൽ ഫോം എന്ന് പറഞ്ഞത്. where p is the length of the normal from the origin to the line and theta is the angle that the normal makes with the positive direction of the x-axis. Okay, അപ്പോൾ നോർമൽ ഫോം എന്താണ്? എക്സ് കോസ് തീറ്റ പ്ലസ് വൈ സൈൻ തീറ്റ ഈക്വൽ ടു പി. ഇനി ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? ഒരു ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ ഇപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന്. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്നതാണ് നമ്മുടെ ലൈൻ എങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും വരിക? മൈനസ് എ ബൈ ബി ആയിരിക്കും. ഓക്കെ, മൈനസ് എ ബൈ ബി. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞത് മൈനസ് എ ബൈ ബി. അതിനെ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലോട്ട് മാറ്റിയിട്ട് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ടേമിനെ എടുത്താൽ മതി. അതായത് മൈനസ് എ ബൈ ബി ആയിരിക്കും. അപ്പോൾ ഒരു ജനറൽ ആയിട്ട് ഒരു ലൈൻ തന്നാൽ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെ എഴുതാം? മൈനസ് എ ബൈ ബി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി നമ്മുടെ ജനറൽ ഇക്വേഷൻ പറഞ്ഞു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. അതിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ഏതൊരു ലൈനും ഏത് ഫോമിലായിരിക്കും ഇരിക്കുക എന്നറിയോ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് കെ ഈക്വൽ ടു 0. അതായത് ഇവിടെ വരുന്ന കോൺസ്റ്റൻറ്റിന് മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക, പാരലൽ ലൈൻസ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും വൈയുടെ കോയിഫിഷ്യൻറ്റും ഒക്കെ സെയിം തന്നെയായിരിക്കും. വ്യത്യാസം വരുന്നത് ഈ കോൺസ്റ്റൻറ്റ് ടൈമിൽ മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ പാരലൽ ലൈൻസ് അങ്ങനെ കോൺസ്റ്റൻറ്റ് ടൈമിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലൈൻ പാരലൽ ലൈൻ ആണോ എന്നത്. ഇനി ഒരു ലൈൻ പെർപെൻഡിക്കുലർ ലൈൻ ആണെങ്കിൽ, അതായത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനിന് നമുക്ക് എങ്ങനെ എഴുതാം? ബി എക്സ് മൈനസ് എ വൈ പ്ലസ് കെ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ ഏത് ഫോമിൽ വരും? ബി എക്സ് മൈനസ് എ വൈ പ്ലസ് കെ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പാരലൽ ലൈൻ ആണെങ്കിൽ കോൺസ്റ്റൻറ്റിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ.
ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ ആണെങ്കിൽ കോഎഫിഷ്യൻസിന് വ്യത്യാസം വരും. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്തായിട്ട് മാറും? ബി ആയിട്ട് മാറും. വൈയുടെ കോഎഫിഷ്യന്റ് -a ആവും. ഒപ്പം കോൺസ്റ്റന്റ് ടൈമും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻ ഏത് ഫോമിലായിരിക്കും? bx - ay + k = 0. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെറ്റ് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ജൂലൈ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫുട്ട് ഓഫ് ദ നോർമൽ ഫ്രം ദ പോയിന്റ് -4 - 2 on the line 2x + 3y + 1 = 0 is. Options are 2 1, 2 - 1, -2 - 1, -2 1. Coordinates of the foot of the normal എന്ന് ചോദിച്ചിരുന്നത്. Coordinates of the foot of the normal from the point -4 - 2. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇത് -4 - 2 എന്നുള്ള പോയിന്റ് ഇതാണെങ്കിൽ ഇതിൽ നിന്ന് നമ്മളൊരു നോർമൽ വരച്ചാൽ, ഒരു ലൈനിലേക്ക് ഒരു നോർമൽ വരച്ചാൽ ഇതിൽ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലൈനാണ് ഈ ലൈൻ 2x + 3y + 1 = 0. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലറും ഈ ലൈനുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ പോയിന്റ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ, അതായത് 2x + 3y + 1 = 0 നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് കാണും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. ഇനി ഈ പോയിന്റ് -4 - 2 എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ഈ ലൈനിൻ്റെ സ്ലോപ്പും, അല്ലെങ്കിൽ ഈ ലൈൻ എന്ന് പറയുന്നത് 2x + 3y + 1 പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്കറിയാമെങ്കിൽ -4 - 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ഈ ലൈനിൻ്റെ സ്ലോപ്പും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലൈനിൻ്റെയും അതിൻ്റെ പെർപെൻഡിക്കുലറിൻ്റെയും കൂടെ സ്ലോപ്പിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ -1 ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് രണ്ടാമത്തെ ലൈനിൻ്റെ, അതായത് -4 - 2 എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ആ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. m2 എന്ന വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സ്ലോപ്പ് അറിയാം, അതുപോലെ ഈ പോയിന്റ് പറയാമെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വരുന്ന ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ആ സ്ലോപ്പ് ഉപയോഗിച്ചിട്ടും ഈ പോയിന്റ് ഉപയോഗിച്ചിട്ട് ഈ ലൈനിൻ്റെ ഇക്വേഷനും കണ്ടുപിടിച്ചു. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റാണ് ഈ ഇവിടുത്തെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഫുട്ട് ഓഫ് ദ നോർമൽ എന്ന് പറയുന്നത്. ഈ നോർമലിൻ്റെ ഫുട്ട് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആയിരിക്കും. അപ്പോൾ മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്യുന്നത് 2x + 3y + 1 = 0 എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എഴുതുകയാണ്. ഓക്കെ, 2x + 3y + 1 = 0. ഇതിന് സ്ലോപ്പ് എഴുതുന്നത് എങ്ങനെയാണ്? വൈയുടെ ടേം മാത്രമായിട്ട് എഴുതാം. y = mx + c എന്നാണ് നമ്മൾ ഇക്വേഷൻ പറയുക. അവിടെ m എന്ന് പറയുന്നതാണ് സ്ലോപ്പ് എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ ഈ ഇക്വേഷനെ മാറ്റി ഈ രീതിയിലേക്ക്, ഈ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതിയാൽ നമുക്ക് സ്ലോപ്പ് വേഗം എഴുതാൻ പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ ഉപയോഗിച്ച ഇക്വേഷൻ ഉണ്ട് -a/b എന്നുള്ളൊരു റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വാല്യൂ എഴുതുക. അപ്പോൾ 3y = നമുക്ക് എങ്ങനെ എഴുതാം? -2x - 1, അതായത് y = -2/3x - 1/3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് m1 = ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞത് -2/3 കിട്ടി. ഒന്നുകിൽ ഡയറക്റ്റ് -a/b എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സ്ലോപ്പ് എഴുതുക, അതല്ലെങ്കിൽ ഈ ഫോർമാറ്റിൽ എഴുതുക. അപ്പോൾ സ്ലോപ്പ് m1 കിട്ടി. അതായത് ഈ 2x + 3y + 1 = 0 എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പാണ് -2/3. ഓക്കെ, ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ -4 - 2 എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ലൈൻ ഇതിന് പെർപെൻഡിക്കുലർ ആണല്ലോ, അല്ലെങ്കിൽ നോർമൽ ആണല്ലോ. അപ്പോൾ ഈ നോർമലിൻ്റെ സ്ലോപ്പും ഈ m1 തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതിൻ്റെ രണ്ടിനെയും കൂടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? -1 ആയിരിക്കും. സോ അപ്പോൾ ആ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ലോപ്പ് ഓഫ് ദ നോർമൽ എഴുതാൻ പറ്റും. സ്ലോപ്പ് ഓഫ് ദ നോർമൽ നോർമലിൻ്റെ സ്ലോപ്പ് m2 = അപ്പോൾ m1 എത്ര കിട്ടിയത്? -2/3. അപ്പോൾ സ്ലോപ്പ് m1 -2/3 ആണെങ്കിൽ m2 എന്ത് വരണം? ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ ആയിരിക്കണം. ഓക്കെ, നേരെ റെസിപ്രോക്കൽ ആയിരിക്കണം വരേണ്ടത്. അപ്പം മൈനസ് ഓഫ് ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കണം വരണം, കാരണം രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് എന്ത് വരണം? -1 വരണം. ഓക്കെ, അപ്പം 3/2 ആയിരിക്കണം ഇതിൻ്റെ ആൻസർ m2 എന്ന് പറയുന്നത്. സ്ലോപ്പ് ഓഫ് ദ നോർമൽ വിൽ ബി
3/2. കാരണം M1 ഇൻറ്റു M2 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എന്ത് വരണം, -1 വരണം. ഓക്കെ, അത് വരാൻ പാകത്തിനാണ് നമ്മൾ ഈ M2 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ നോർമൽ M2 കിട്ടി. ഒരു പോയിന്റ് എ എന്നുള്ളത് -4 -2 അറിയാം, ഒരു പോയിന്റും അറിയാം, സ്ലോപ്പും അറിയാമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാലോ. ആ ലൈൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ആ നോർമലിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, y - y1 = m × x - x1 എന്നറിയാം അല്ലേ. ആ രണ്ട് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ എന്നുള്ള പോയിന്റ് ഏതായിരുന്നു, എ എന്നുള്ള പോയിന്റ് -4 -2 ആയിരുന്നു. അതായത് x1 y-ൻ്റെ പ്ലേസിൽ ഇത് കൊടുക്കുക. ദെൻ y - y1, y1ൻ്റെ പ്ലേസിൽ -2 ആണ്. സോ y - -2 = എമ്മിൻ്റെ പ്ലേസിൽ ഈ 3/2 × x - x1. x1 is -4. That is y + 2 = 3/2 × x + 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതും. അതായത് ഈ 2നെ ഞാൻ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 2y + 4 = 3x + 12. ഓക്കെ, അതായത് 3x - 2y = 4 - 12, അതായത് -8 എന്ന് വരും. ഓക്കെ, 3x - 2y = -8. അപ്പം നമുക്കൊരു ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, തന്നിരിക്കുന്ന ലൈൻ എന്ന് പറഞ്ഞത് 2x + 3y = -1 ഉണ്ട്. ഇപ്പോൾ കിട്ടിയത് 3x - 2y = -8. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റാണ് നമ്മുടെ ഫുട്ട് ഓഫ് ദ നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോൺസ് ഉണ്ട്, നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം അല്ലേ. ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരുപോലെ ആക്കുക, അതല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻ്റ് ഒരുപോലെ ആക്കിയിട്ട് സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് ചെയ്യുക. ഏത് ഓപ്പറേഷനാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഞാൻ ഒരുപോലെ ആക്കിയാൽ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x + 9y = -3 എന്ന് വരും. രണ്ടാമത്തെ ഇക്വേഷനെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x - 4y = -16 എന്ന് വരും. ഇനി എനിക്ക് ഈ ടേമിനെ കളയണമെങ്കിൽ എന്ത് ചെയ്യണം, സബ്ട്രാക്ഷൻ കൊടുക്കണം അല്ലേ. സബ്ട്രാക്ട് ചെയ്താൽ ഈ ടേം പൊക്കോളും, ഇത് 0 ആയി, ഇത് -+ ആയി. 9 + 4 13 വരും. 13y = ഇത് ഇവിടെ പ്ലസ് ആവും, അപ്പോൾ +13 വരും. സോ y = 1 കിട്ടി. 13y = 13 വരും. അതായത് y = 13/13 = 1. y എന്നുള്ള പോയിന്റ് കിട്ടിയെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് കാണാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. 2x + 3y = -1. 2x + 3y = -1 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ yക്ക് 1 കിട്ടിയിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെ. 2x + 3 × 1 = -1. അതായത് 2x = -1, ഈ 3 റൈറ്റിലേക്ക് കൊണ്ടുപോകുക, അപ്പോൾ -3 ആവും. 2x = -4 വരും. അതായത് x = -4/2 വരും. ദാറ്റ് ഈസ് -2. അപ്പോൾ x = -2 എന്നും y = 1 എന്നും കിട്ടി. അതായത് പോയിന്റ് ആയിട്ട് എഴുതിയാൽ -2, 1 എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ഫുട്ട് ഓഫ് ദ നോർമൽ. ഓക്കെ, ഫുട്ട് ഓഫ് ദ നോർമൽ എന്ന് പറയുന്നത് -2, 1 ആയിരിക്കും. -2, 1 ആയിരിക്കും ഇവിടുത്തെ ഫുട്ട് ഓഫ് ദ നോർമൽ. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ -2, 1 അല്ലേ. -2, 1 അത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. -2, 1 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ എക്സാംസിന് മിക്കവാറും ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫുട്ട് ഓഫ് ദ നോർമൽ കാണാൻ വേണ്ടിയിട്ട്. ഫുട്ട് ഓഫ് ദ നോർമൽ ഒന്ന് നോക്കിയിട്ട് എക്സാമിന് പോകണം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ തന്നെ ഫുട്ട് ഓഫ് ദ നോർമൽ കാണാൻ അല്ലെങ്കിൽ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. തന്നിരിക്കുന്ന പോയിന്റ് -1, 3 ആൻഡ് ദ ലൈൻ ഈസ് 3x - 4y - 16 = 0. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന പോയിന്റ് -1, 3യും അതിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന ലൈനാണ് 3x - 4y - 16 = 0. ആ ലൈനിലേക്കാണ് വരയ്ക്കുന്നത്.
ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സിമിലർ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ലൈനിൻ്റെ സ്ലോപ്പ് കാണുക. 3x - 4y - 16 = 0. അതിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ y = എന്നുള്ള ഫോമിലോട്ട് മാറ്റുക, അതല്ലെങ്കിൽ നമ്മുടെ -a/b എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എഴുതാം. -4y = -3x + 16 വരും. അതായത് y = -3/-4, അതായത് 3/4x - 4 എന്ന് വരും. 3/4x - 4. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എമ്മിൻ്റെ പ്ലേസിൽ സ്ലോപ്പ് m1 = ഇവിടെ 3/4. സ്ലോപ്പ് ഈ ലൈൻ്റെ സ്ലോപ്പ് m1 = 3/4 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ m2 = ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം, അതിൻ്റെ മൈനസും കൊടുക്കണം. അപ്പം -4/3 വരും. ഓക്കെ, -4/3. കാരണം m1 × m2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടണം? -1 കിട്ടണം. രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് -1 കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതാണ് റീസൺ. പോയിന്റ് സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് y - y1 = m × x - x1. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റ് ഏതായിരുന്നു? -1 3 ആയിരുന്നു പോയിന്റ്. m1 എന്ന് പറഞ്ഞത് 3/4ഉം m2 എന്ന് പറയുന്നത് -4/3ഉമാണ്. പോയിന്റ് y1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ y - 3 = നമ്മൾ ഏതാ എഴുതേണ്ടത്? -4/3 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. -4/3 × x - x1 = -1. അപ്പോൾ x + 1 കൊടുക്കാം. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഈ 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3y - 9 = -4x - 4. അതായത് 4x + 3y = -4 + 9 വരും. അതായത് 4x + 3y = 5. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഏതായിരുന്നു? 3x - 4y = 16 എന്നും, സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് 4x + 3y = 5 എന്നും കിട്ടി. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന XY പോയിൻ്റാണ് എന്താ നമ്മുടെ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഇത് സോൾവ് ചെയ്യാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ത്രൂ ഔട്ട് ആദ്യത്തെ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12x - 16y = 16 × 4 എന്ന് പറയും, 64. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12x + 9y = 5 × 3 15 വരും. ഇനി സബ്ട്രാക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയിക്കോളും. -16 - 9 വരും, അതായത് -25y = 64 - 15, that is 49 കിട്ടി. അതായത് y = -49/25. ഈ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, 4x + 3y = 5 ഈ ഇക്വേഷൻ എടുക്കുക, വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 4x = 5 - 3y എന്ന് വരും. ദാറ്റ് ഈസ് 5 - 3 × വൈയുടെ പ്ലേസിലെ വാല്യൂ എന്താ വരിക? വൈക്ക് പകരം കൊടുക്കുന്നത് -49/25. അതായത് 5 + 49 × 3, that is 147. 147/25 എന്ന് വരും. അതായത് 25 × 5 125 വരും. 125 + 147/25, that is 272/25. 4x ആണ് കിട്ടുന്നത്. അപ്പോൾ 4x ആണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ x എന്ന് പറഞ്ഞത് 272/4 × 25. ഇത് കട്ട് ചെയ്താൽ 68/25 എന്ന് കിട്ടും. 68/25.
എക്സിൻ്റെ വാല്യൂ 68/25. സോ വൈയുടെ വാല്യൂ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 68/25 എന്നും വൈയുടെ വാല്യൂ -49/25 എന്നും കിട്ടി. നമ്മുടെ പോയിൻ്റ് ഏതായിരിക്കും? റിക്വയർഡ് പോയിൻ്റ് 68/25, -49/25. ഇതായിരിക്കും നമ്മുടെ ഫുട്ട് ഓഫ് ദ നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.